നമ്മളങ്ങനെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് പോയിൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോക്കസ് ഏരിയാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ടോപ്പിക്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വേറൊന്നുമല്ല, അറ്റോമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഓൾറെഡി വളരെ വലിയ ചാപ്റ്ററാണ്. അതിനകത്ത് ഓൾറെഡി കുറേ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഫോക്കസ് ഏരിയ എടുക്കുമ്പോൾ അതിനകത്ത് കുറേ ടോപ്പിക്സ് കാണുന്നത് ഓൾറെഡി അതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. കുറേ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ഫോക്കസ് ഏരിയ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും ഈ ടോപ്പിക്സ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് റൂദർഫോർഡ്സ് മോഡൽ. അപ്പോൾ ഇതിലും ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും അത് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിന് എഴുതാം എന്നുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ഒരുപാട് വാരി വലിച്ച് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, യാതൊരു പ്രയോജനവുമില്ല. കാരണം നിങ്ങൾ എത്ര പഠിച്ചാലും അത് മുഴുവൻ എക്സാമിന് എഴുതാൻ നിങ്ങളെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. നിങ്ങളോട് മാക്സിമം ചോദിക്കുന്ന 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് മാക്സിമം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അത്രയും ഒരുപാട് എഴുതാനുള്ള സമയം നിങ്ങൾക്കില്ല. ഇനി അത്രയും എഴുതിയാൽ നിങ്ങൾക്ക് അത്രയും മാർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് എഴുതാൻ വേണ്ടി എക്സാമിന് എന്തെല്ലാം എഴുതണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റൂദർഫോർഡ്സ് മോഡലിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ റൂദർഫോർഡ്സ് മോഡൽ മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെങ്കിൽ റൂദർഫോർഡ് മോഡലിന് തൊട്ട് മുമ്പുള്ള ആറ്റത്തിൻ്റെ മോഡൽ ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ആദ്യമായിട്ട് തോംസൺസ് മോഡലാണ് നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അതായത് എന്താണ് ഈ മോഡൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്, അല്ലേ? അപ്പോൾ തോംസൺസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട് എന്നാണ് തോംസൺ പറഞ്ഞത്. അപ്പോൾ ആദ്യം തോംസൺ പറഞ്ഞ കാര്യം ആറ്റം ഇസ് എ സ്ഫിയർ. കണ്ടോ, ഇതുപോലൊരു സ്ഫിയറാണ് ആറ്റം എന്ന് പറയുന്നത്. അതാണ് തോംസൺ പറഞ്ഞ ഒരു കാര്യം. പിന്നെ പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ മാസ്സാണ്, കംപ്ലീറ്റ് മാസ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഈ ആറ്റം എന്ന് പറഞ്ഞ സ്ഫിയർ പൊള്ളയല്ല, അതിനകത്ത് ഫുൾ മാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അതിങ്ങനെ ഒരു ഹാർഡ് മാസ്സാണ്. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞു മാസ് മാത്രമല്ല പോസിറ്റീവ് ചാർജസും, നിറച്ച് പോസിറ്റീവ് ചാർജസ് എല്ലായിടത്തും അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് കാണിച്ചു തരാം. ഈ ആറ്റത്തിനകത്ത് നിറച്ച് മാസ് മാത്രമല്ല പോസിറ്റീവ് ചാർജസും ഇതേപോലെ നിറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നിറയെ പോസിറ്റീവ് ചാർജസ് ആണ്. പിന്നെന്ത് പറഞ്ഞു? പിന്നെ പറഞ്ഞു നെഗറ്റീവ് ചാർജസ് ആർ എംബെഡഡ് ഹിയർ ആൻഡ് ദർ. അവിടെ എവിടെയായിട്ട് നെഗറ്റീവ് ചാർജസിനെയും കാണാമെന്ന് പറഞ്ഞു. അവിടെ എവിടെയായിട്ട് തോന്നിയ പോലെ. പോസിറ്റീവ് ചാർജസ് എല്ലായിടത്തും ഉണ്ട്, നെഗറ്റീവ് ചാർജസ് അവിടെ എവിടെയായിട്ട് കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ തോംസൺസ് മോഡൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആറ്റത്തിനെക്കുറിച്ച് തോംസൺ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ മാസ് എല്ലായിടത്തും ഉണ്ട്, പോസിറ്റീവ് ചാർജസ് എല്ലായിടത്തും ഉണ്ട് സ്ഫിയറിൽ. ആറ്റം എന്ന് പറയുന്ന സ്ഫിയറിനകത്ത് എല്ലായിടത്തും ഉണ്ട്. നെഗറ്റീവ് ചാർജസ് അവിടെ ഇവിടെ, ഇലക്ട്രോൺസ് അവിടെ ഇവിടെയൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ പോസിറ്റീവ് ചാർജസിൻ്റെ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസും നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് തോംസൺ മോഡൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ, റെസിൻ പുഡിംഗ് മോഡൽ, വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ പല പേരിൽ മൂപ്പർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിലൊക്കെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയായാലും റൂദർഫോർഡ്സ് മോഡൽ എന്ന് പറയുന്നത് ഈ തോംസൺസ് മോഡൽ കംപ്ലീറ്റ് തെറ്റാണ്. ഈ മോഡൽ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞ, കംപ്ലീറ്റ് ഈ മോഡൽ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞ ഒരു മോഡലാണ് റൂദർഫോർഡ്സ് മോഡൽ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞ മോഡലാണ് റൂദർഫോർഡ്സ് മോഡൽ. അപ്പോൾ റൂദർഫോർഡ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം ചുമ്മാ ഒരു മോഡൽ പറയുകയല്ല ചെയ്തത്. ഇപ്പോൾ തോംസൺ പറഞ്ഞ പോലെ അങ്ങനെ വെറുതെ ഒരു മോഡൽ പറയുകയല്ല ചെയ്തത്. റൂദർഫോർഡിന് ആ മോഡലിലേക്ക് എത്താൻ വ്യക്തമായ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് അതിൻ്റെ ഇൻഫ്ലുവൻസസ്, അതിൻ്റെ ഒബ്സർവേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ബേസിസിലാണ് റൂദർഫോർഡ് ഒരു ആറ്റമിക് മോഡൽ പറയുന്നത്. അപ്പോൾ റൂദർഫോർഡിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റ്? എക്സ്പെരിമെൻറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ അറിയപ്പെടുന്നു. ആ എക്സ്പെരിമെൻറ്റിനകത്ത് ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ഫോയിൽ
സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നു, റുദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നു. അങ്ങനെ പല പേരുകളിൽ ഇതിൽ ഓരോ പേരുകളുടെയും കോമ്പിനേഷനിൽ ആ എക്സ്പെരിമെൻ്റ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെരിമെൻ്റ് പഠിക്കണം, എന്നിട്ട് വേണം റുദർഫോർഡിൻ്റെ മോഡൽ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റ് എന്താണ്? അപ്പോൾ എക്സ്പെരിമെൻ്റ് പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഇത്രയും ഹെഡിങ്സ് ആയിട്ട് വേണം നിങ്ങളത് പഠിക്കാനായിട്ട്. അതായത് ആദ്യം ആ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പഠിക്കണം. അപ്പാരറ്റസ്, ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾ വാരി വലിച്ച് കുറേ കാണാതെ പഠിച്ച് വെച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് ആദ്യം അറിയണം. അപ്പാരറ്റസ് എന്താണ്, ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഉപയോഗിച്ചു, അതാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് അപ്പാരറ്റസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പാരറ്റസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സാണ്. റേഡിയോ ആക്റ്റീവ് സോഴ്സ്. അപ്പോൾ നിങ്ങൾ നമ്പർ ഇട്ട് താഴേക്ക് എഴുതുക. റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഞാൻ വരയ്ക്കുകയും ചെയ്യുകയാണ്, എഴുതുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർഡറിൽ ഇതേപോലെ നിങ്ങൾ ഈ വീഡിയോയുടെ നോട്ട്സ് എഴുതി വേണം നിങ്ങൾ പഠിക്കാൻ കേട്ടോ. അപ്പോൾ റേഡിയോ ആക്റ്റീവ് സോഴ്സ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് സോഴ്സ് എന്താ ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് റേഡിയേഷനെയാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന റേഡിയേഷനെയാണ് എമിറ്റ് ചെയ്യുന്നത്. ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു റേഡിയേഷനെയാണ് ഈ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ആൽഫ പാർട്ടിക്കിൾ എവിടെയാണ് പോയി ഇടിക്കുന്നത്? അത് പോയി ഇടിക്കുന്നത് ഒരു തിൻ ഗോൾഡ് ഫോയിലാണ്. തിൻ ഗോൾഡ് ഫോയിൽ. തിൻ ഗോൾഡ് ഫോയിൽ. എന്താ ഇത് പ്രത്യേകം തിൻ എന്ന് പറയുന്നത്? കാരണം അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് വെറും 100 നാനോമീറ്റേഴ്സ് ആണ്. 100 നാനോമീറ്റേഴ്സ്, അത്രയും തിക്നെസ്സേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും തിന്നായിട്ടുള്ളൊരു ഗോൾഡ് ഫോയിലാണ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ നമുക്കറിയേണ്ടത്? പിന്നെ ഈ ഗോൾഡ് ഫോയിലാണ് ആൽഫ പാർട്ടിക്കിൾ ഒന്ന് ഇടിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയേണ്ടത്, ഇതിനകത്ത് ഇടിച്ച ആൽഫ പാർട്ടിക്കിൾ തെറിച്ച് പോവുകയാണെങ്കിൽ, ഓക്കെ, അത് പല ഡയറക്ഷനിൽ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ആ തെറിച്ച് പോകുന്ന അതിനെയാണ് നമ്മൾ സ്കാറ്റർ ചെയ്യുക എന്ന് പറയാം. ആ സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ പിടിക്കാനായിട്ട് ഒരു സെമി സർക്കുലർ സ്ക്രീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സെമി സർക്കുലർ സ്ക്രീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കുലർ സ്ക്രീൻ എന്ന് പറഞ്ഞാലും മതി. സർക്കുലർ സ്ക്രീൻ, സെമി അല്ല, സർക്കുലർ സ്ക്രീൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഏതിലെ തെറിച്ച് പോയാലും നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കുലർ സ്ക്രീൻ വെച്ചിട്ടുള്ളത്. എന്താണ് ഈ സർക്കുലർ സ്ക്രീനിൻ്റെ പ്രത്യേകത? സർക്കുലർ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊണ്ടാണ് അതിനകത്ത് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ ഉൾഭാഗത്ത് സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ച് ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് സൾഫൈഡിൻ്റെ പ്രത്യേകത എന്താ? സിങ്ക് സൾഫൈഡ് ഇസ് ഫ്ലൂറസെൻറ്റ്. സെക്കൻഡ്, സിങ്ക് സൾഫൈഡ് ഇസ് ഫ്ലൂറസെൻറ്റ്. ഫ്ലൂറസെൻ്റ് ആണ്. എന്താ ഫ്ലൂറസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്ലൂറസെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫ പാർട്ടിക്കിൾ ഓരോ പ്രാവശ്യവും ഒരു പോയിന്റിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഫോം ചെയ്യും. ഇതേപോലെ. അപ്പോൾ വീണ്ടും ഒരു പാർട്ടിക്കിൾ വന്ന് കൊളൈഡ് ചെയ്താൽ അവിടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഫോം ചെയ്യും ഇതേപോലെ. അപ്പോൾ ഈ ബ്രൈറ്റ് സ്പോട്ട് കാണിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു കോമ്പൗണ്ട് കൊണ്ടാണ് അവിടെ കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെയാണ് ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് കോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസിനെ കുറിച്ച് അറിയേണ്ടത്. അപ്പോൾ ഇത് വിശദമായി പറഞ്ഞൊരു പടമാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മിനിമം ഉണ്ടായിരിക്കണം. ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ്, ഒന്നുകൂടെ പറയുകയാണ്, ആ റേഡിയോ ആക്റ്റീവ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത് ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് അതൊരു ഗോൾഡ് ഫോയിലാണ് ചെന്ന് ഇടിക്കുന്നത്. തിൻ ഗോൾഡ് ഫോയിൽ ആൻഡ് എ ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സർക്കുലർ സ്ക്രീൻ. ഓക്കെ, ഫ്ലൂറസെൻറ്റ് സിങ്ക് സൾഫൈഡ് സർക്കുലർ സ്ക്രീൻ. ഇത്രയും കാര്യങ്ങളാണ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ് മിനിമം നിങ്ങൾ എക്സാമിന് എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് എന്താണ്? അപ്പാരറ്റസ് കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പാരറ്റസ് പറഞ്ഞാലുള്ള ഗുണം അതാണ്. അപ്പാരറ്റസിനകത്ത് ഇത്രയും പോയിൻറ്റ്സ് ആണുള്ളത്. അത് പറഞ്ഞാലുള്ള ഗുണം, അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് വരുന്നു, അത് തിൻ ഗോൾഡ് ഫോയിലിൽ വന്ന് ഇടിക്കുന്നു അല്ലേ, അത് വന്നിടിക്കുന്നു. അത് സ്കാറ്റർ ചെയ്ത് പോകുന്ന ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സൾഫൈഡ് സ്ക്രീൻ വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന പരിപാടി.
ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ഇതറിയാതെ റുദർഫോർഡ് മോഡൽ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, അല്ലേ? എക്സ്പെരിമെൻ്റ് മനസ്സിലാവില്ല. എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്കതിനെ പറയാം. ഒന്നുകിൽ ഓർക്കാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ 2 പോസിറ്റീവ് ചാർജസ് എന്ന് വേണമെങ്കിൽ പറയാം. 2 പോസിറ്റീവ് ചാർജസ്. 2 പോസിറ്റീവ് ചാർജിന് തുല്യമാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു ഹീലിയം ന്യൂക്ലിയസിനെയാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്താ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ്? അപ്പോൾ ചില കുട്ടികൾക്ക് അതൊരു ഡൗട്ട് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറയുകയാണ്. ഒരു ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്, അല്ലേ? 2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൻ്റെ ന്യൂക്ലിയസിന് പുറത്ത്, ഇപ്പോൾ ഇതൊരു ഹീലിയം ആറ്റം ആണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിന് പുറത്ത് 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹീലിയം 2+ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിൽ ഓരോ ഇലക്ട്രോൺ പോയി, അല്ലേ? അങ്ങനെ 2 ഇലക്ട്രോണും അതിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ ആരാ അതിനകത്ത് ബാക്കിയുള്ളത്? അതിൻ്റെ ന്യൂക്ലിയസ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ന്യൂക്ലിയസിനകത്ത് എന്താ ഉള്ളത്? ആ ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോൺ ആയിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? ആ ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ 2 പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? 2 പോസിറ്റീവ് ചാർജസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ഇനി ഇത് എന്തിനാണ് ഗോൾഡ് ഫോയിലിൽ ചെന്ന് ഇടിക്കുന്നത്? ഇതെന്തിനാണ് ഗോൾഡ് ഫോയിലിൽ ചെന്ന് ഇടിപ്പിക്കുന്നത്? അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തോംസൺസ് മോഡലൊന്ന് ആലോചിച്ച് നോക്കണം. തോംസൺ മോഡലിൽ പറയുന്നത് ഒരു ആറ്റത്തിനകത്ത് നിറച്ച് പോസിറ്റീവ് ചാർജാണ് എന്നല്ലേ? അപ്പോൾ ഈ ഗോൾഡ് ഫോയിൽ എന്ന് വെച്ചാൽ എന്താ? ഗോൾഡിൻ്റെ ആറ്റംസ് കൊണ്ടല്ലേ ഗോൾഡ് ഫോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തിനാ ഇത്രയും തിൻ ഗോൾഡ് ഫോയിൽ എടുത്തതെന്ന് ചോദിച്ചാൽ പറയണം. അല്ല, അങ്ങനെ ആരും ചോദിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. തിൻ ഗോൾഡ് ഫോയിൽ എടുത്ത് ഇത്രയും 100 നാനോമീറ്റർ തിക്നെസ്സിലുള്ള തിൻ ഗോൾഡ് ഫോയിൽ എടുത്തത് എന്തിനാണ്? നമുക്ക് മാക്സിമം ഒരാറ്റം എന്ന തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എത്രത്തോളം അതിനെ തിന്നാക്കാൻ പറ്റും അത്രയും തിന്നാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആറ്റത്തിലൂടെ ആൽഫ പാർട്ടിക്കിൾ കടന്നു പോകുന്ന ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ആറ്റത്തിനകത്ത് തോംസൺ പറഞ്ഞ പോലെ ഫുൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിളിനും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, അല്ലേ? ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ചാർജാണ്, 2+ ആണ്. ആറ്റത്തിനകത്തും നിറച്ച് പോസിറ്റീവ് ചാർജാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പോസിറ്റീവ് ചാർജിന് ഗോൾഡ് ഫോയിലിനകത്ത് കൂടെ കടന്നു പോകാൻ സാധിക്കില്ല, ശരിയല്ലേ? ഗോൾഡ് ഫോയിലിനകത്ത് കൂടെ കടന്നു പോകാൻ സാധിക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ സ്കാറ്റർ ചെയ്യുന്ന ഗോൾഡ് ഫോയിൽ ആൽഫ പാർട്ടിക്കിൾസിനെ കിട്ടില്ല, ശരിയല്ലേ? തോംസൺ മോഡൽ പറഞ്ഞത് ശരിയാണെങ്കിൽ. ഇതറിയാൻ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പാരറ്റസിനകത്തും വർക്കിംഗ് എന്ന് പറയുന്ന കാര്യങ്ങളിലും നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വർക്കിംഗ് എന്തൊക്കെയാണ്? വർക്കിംഗ് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ് സോഴ്സിനകത്തുനിന്ന് ആൽഫ പാർട്ടിക്കിൾസ് പോകുന്ന കാര്യം. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് പോകുന്ന കാര്യം. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്, അല്ലെങ്കിൽ 2 പോസിറ്റീവ് ചാർജസ് ആണ് എന്നുള്ള കാര്യം. ഗോൾഡ് ഫോയിൽ എടുത്തിരിക്കുന്ന അതിൻ്റെ തിക്നെസ് 100 നാനോമീറ്റർ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ 100 നാനോമീറ്റർ ആക്കുന്നതിൻ്റെ കാരണം അത് 1 ആറ്റം എന്ന ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. അതിൽ നിന്ന് സ്കാറ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പിടിക്കാനാണ് ഇത് സർക്കുലർ സ്ക്രീൻ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഇനിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായമായിട്ടോ സ്വന്തം ഭാഷയിൽ എഴുതിയാലോ കുഴപ്പമില്ല, അതൊന്നും കാണാതെ പഠിച്ചു വെക്കണം നിർബന്ധമില്ല. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഞാൻ പറയുന്നത് എന്താണ്? ഇനി ഞാൻ പറയുന്നത് ഈ വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അയാൾ കണ്ടത് എന്താണ്? ഒബ്സർവേഷൻസ് എന്താണ്? റുദർഫോർഡ് എന്തൊക്കെയാണ് ഇവിടെ കണ്ടത് ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട ഒബ്സർവേഷൻസ് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ അതൊരു പടം വരച്ച് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്, ആ ഗോൾഡ് ഫോയിലിനകത്ത് കൂടെ മിക്ക ആൽഫ പാർട്ടിക്കിൾസും നേരെ കടന്നു പോയി എന്നുള്ളതാണ്. മിക്ക ആൽഫ പാർട്ടിക്കിൾസും അതിനകത്ത് കൂടെ നേരെ കടന്നുപോയി. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി സെക്കൻഡ് ഒബ്സർവേഷൻ എന്തായിരുന്നു? വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രം എന്ത് പറ്റി? deflected by small angles. A small fraction of the alpha particles was deflected by small angles. ഇനി മൂന്നാമത്തെ കാര്യം, a very few alpha particle, അതിനേക്കാൾ കുറവ് ആൽഫ പാർട്ടിക്കിൾ മാത്രം
തിരിച്ച് ബൗൺസ് ചെയ്തു. അപ്പോൾ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്, ദാറ്റ് ഇസ് വേർ ഡിഫ്ലക്റ്റഡ് ബൈ നിയർലി 180 ഡിഗ്രി, 180 ഡിഗ്രിയിൽ തിരിച്ച് ബൗൺസ് ചെയ്തു. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം തിരിച്ച് ബൗൺസ് ചെയ്തു. ഇതാണ് റുദർഫോർഡ് കണ്ട ഒബ്സർവേഷൻസ്. 3 കാര്യങ്ങൾ. ഓക്കെ, 1, 2, 3. എന്തൊക്കെയാണ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ എ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. രണ്ടാമത്തെ കാര്യം, വളരെ സ്മോൾ ഫ്രാക്ഷൻ, വളരെ കുറച്ച് പേര് മാത്രം ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. മൂന്നാമത്തെ കാര്യം, അതിനേക്കാൾ കുറച്ച്. എത്ര കുറച്ച്? വെറും 1 in 20,000. 20,000 ആൽഫ പാർട്ടിക്കിൾ പോയാൽ അതിൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു. പോയ പോലെ തന്നെ തിരിച്ചു വന്നു, 180 ഡിഗ്രിയിൽ തിരിച്ചു വന്നു. ഇതിൽ നിന്ന് റുദർഫോർഡിന് എന്ത് മനസ്സിലായി? അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ, കണ്ട കാര്യങ്ങളാണിത്. ഇനി ഇതിൽ നിന്ന് റുദർഫോർഡിന് എന്തൊക്കെയാണ് മനസ്സിലായത്? അതാണ് കൺക്ലൂഷൻസ്. മനസ്സിലായ കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക, കൺക്ലൂഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ റുദർഫോർഡിന് മനസ്സിലായി, തോംസൺ പറഞ്ഞ പോലെ അതൊരു പടം വരച്ച് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ആ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർ നിങ്ങളതൊരു പടം വരച്ച് മനസ്സിലാക്കി കൊടുക്കുക. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, അതായത് ഈ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസിനകത്ത് കൂടെ കടന്ന് പോകാൻ കാരണം എന്താണ്? എല്ലാവരും അല്ലേ, അവിടെ ഒരു ആറ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് പോലും മൈൻഡ് ചെയ്യാതെ അതിനകത്ത് കൂടെ കടന്നു പോയതിൻ്റെ കാരണം എന്താണ്? എല്ലാ ആൽഫ പാർട്ടിക്കിൾസ് ഇതേപോലെ കടന്നു പോയി അല്ലേ. അതിൻ്റെ റീസൺ എന്താണ്? കാരണം ആ ആറ്റം മുഴുവൻ എംപ്റ്റി സ്പേസ് ആണ്. അവിടെ ഒന്നുമില്ല, മാസും ഇല്ല, പോസിറ്റീവ് ചാർജും ഇല്ല, ഒന്നുമില്ല. അത് ഫുൾ എംപ്റ്റി സ്പേസ് ആയിരുന്നു. ശരിയല്ലേ? അപ്പോൾ ആറ്റത്തിനകത്ത് മുഴുവൻ എംപ്റ്റി സ്പേസ് ആണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദ ആറ്റം ഇസ് എംപ്റ്റി ആസ് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കണ്ടോ, അധികം ഡിഫ്ലക്ഷൻ ഇല്ലാതെ നേരെ കടന്നു പോയതിൻ്റെ കാരണം എന്താണ്? ഇത്രയും ആൽഫ പാർട്ടിക്കിൾസ് നേരെ കടന്നു പോയതിൻ്റെ കാരണം എന്താ? അത് ഫുൾ എംപ്റ്റി സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെന്താ, വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തേ എന്ന് ചോദിച്ചപ്പോൾ റുദർഫോർഡ് പറഞ്ഞു, ആറ്റത്തിനകത്ത് ഈ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജാണ് അല്ലേ, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അതിനെ റിപ്പല് ചെയ്യിക്കുന്ന ആരോ അവിടെ ഉണ്ടാവണ്ടേ അല്ലേ? അതിനെ അട്രാക്റ്റ് ചെയ്യിക്കാത്ത റിപ്പല് ചെയ്യിക്കുന്ന ഒരാളവിടെ ഉണ്ടാവണ്ടേ? അയാളുടെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും, ഒരു സംശയമില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ ആറ്റത്തിനകത്ത് തോംസൺ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോസിറ്റീവ് ചാർജസ് അങ്ങനെ നിറച്ചിരിക്കുമൊന്നുമല്ല, പിന്നെ എങ്ങനെയാണ്? ഒരു സെൻറ്ററിൽ ഒരു ചെറിയ പോർഷനിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണ് എല്ലാ പോസിറ്റീവ് ചാർജസും. കണ്ടോ, ഒരു സെൻറ്ററിൽ ഒരു ചെറിയ പോർഷനിൽ ഒതുങ്ങി കൂടിയിരിക്കുകയാണ് എല്ലാ പോസിറ്റീവ് ചാർജസും എന്ന് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? കാരണം വളരെ കുറച്ച് ഫ്രാക്ഷൻ മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു, ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അതിനേക്കാൾ കുറവ്, അതായത് 20,000 പേരെ വിട്ടാൽ ഒരാൾ മാത്രം തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു സെൻറ്ററിനെ എന്ത് പറയും? ഈ ഒരു സെൻറ്ററിനെ പറഞ്ഞ പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഈ ഒരു സെൻറ്ററിനെ പറഞ്ഞ പേരാണ് ന്യൂക്ലിയസ്. അപ്പോൾ റുദർഫോർഡിൻ്റെ മോഡലിനകത്ത് ആറ്റം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നതും ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയണതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററാണ്. ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററാണ് എന്നാണ് റുദർഫോർഡ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതുമായിട്ടുള്ള കമ്പാരിസൺ. അപ്പോൾ ഇത് എക്സാമിന് എഴുതുന്നത് വളരെ നല്ലതാണ്. പല ടീച്ചേഴ്സും ഇത് അങ്ങനെ പറയാമെന്ന് കണ്ടിട്ടില്ല, അങ്ങനെ അധികം സ്ട്രെസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് എക്സാമിന് എഴുതുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ന്യൂക്ലിയസിനെ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പം കണക്കാക്കുകയാണെങ്കിൽ, ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ വലിപ്പമാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചാൽ, ആറ്റം എന്താണെന്നറിയോ? ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആയിരിക്കും എന്നാണ് പറയണേ. 5 കിലോമീറ്റർ റേഡിയസ് ഉള്ള സാധനമായിരിക്കും ആറ്റം എന്നാണ് പറയണേ, ന്യൂക്ലിയസ് ഒരു ക്രിക്കറ്റ് ബോളാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് ന്യൂക്ലിയസും ആറ്റവും തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ്, ചുമ്മാതല്ല റുദർഫോർഡ് പറഞ്ഞ എല്ലാ പോസിറ്റീവ് ചാർജും ഇവിടെ ഒരു സെൻറ്ററിലൊരു ചെറിയ പോർഷനിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് ആറ്റത്തിനകത്ത്. അല്ലാതെ തോംസൺ പറഞ്ഞ പോലെ നിറച്ച് അഴിച്ചു വിട്ടിരിക്കുകയല്ല, അല്ലേ? അല്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് റുദർഫോർഡ് പ്രൂവ് ചെയ്തത്. അങ്ങനെയാണ് തോംസൺ മോഡൽ റുദർഫോർഡ് ഡിസ്കാർഡ് ചെയ്തത്. ഇനി നമുക്ക് അറിയേണ്ടത്, അപ്പോൾ എന്താണ് റുദർഫോർഡ്സ് മോഡൽ?
റുദർഫോർഡിൻ്റെ മോഡലിൽ റുദർഫോർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി റുദർഫോർഡിൻ്റെ മോഡൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, the positive charge and most of the mass of the atom was densely concentrated in extremely small region. Yes, ഒരു ആറ്റത്തിനകത്ത് എല്ലാ പോസിറ്റീവ് ചാർജും എല്ലാ മാസും എല്ലാം ഒരു ചെറിയ റീജിയണിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കളക്ട് ചെയ്ത റീജിയൻ പറഞ്ഞ പേരാണ് ദിസ് വെരി സ്മോൾ പോർഷൻ ഓഫ് ദ ആറ്റം വാസ് കോൾഡ് ന്യൂക്ലിയസ് ബൈ റുദർഫോർഡ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. റുദർഫോർഡ് ആദ്യമായി ന്യൂക്ലിയസ് എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തു, അതേപോലെ തന്നെ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ റുദർഫോർഡ് ഡിസ്കവേർഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം, ന്യൂക്ലിയസ് ഓഫ് ദ ആറ്റം. റുദർഫോർഡ് കണ്ടുപിടിച്ചത് എന്താണ്? ന്യൂക്ലിയസ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ദ ന്യൂക്ലിയസ് ഇസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺസ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. that move around the nucleus with a very high speed in circular path called orbits. അവരങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നുമല്ല, അവർ സർക്കുലർ പാത്ത് വളരെ ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കുലർ പാത്തിൽ ഹൈ സ്പീഡിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്. അപ്പോൾ ഓർബിറ്റ് എന്ന പേര് ആദ്യമായി പറഞ്ഞതും റുദർഫോർഡാണ്. കേട്ടോ, റുദർഫോർഡ്. അപ്പോൾ ന്യൂക്ലിയസ് പറഞ്ഞു, ഓർബിറ്റ് പറഞ്ഞു. ഓക്കെ, രണ്ടും റുദർഫോർഡ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഈ ഒരു മോഡൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എന്താ ഇപ്പോൾ ഈ പറഞ്ഞത്? അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ അല്ലേ, നിറയെ പോസിറ്റീവ് ചാർജസ് ഉള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ, അതിന് ചുറ്റും സർക്കുലർ ആയിട്ടുള്ള ഓർബിറ്റിൽ ഹൈ സ്പീഡിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെപ്പോലെ? നമ്മുടെ സൂര്യന് ചുറ്റും അല്ലേ, നമ്മുടെ സണ്ണിന് ചുറ്റും ഓരോ പ്ലാനറ്റ്സ് അതിൻ്റെ ഓർബിറ്റിൽ കറങ്ങുന്നത് പോലെ അല്ലേ. യെസ്, അതിൻ്റെ ഓർബിറ്റ്സിൽ കറങ്ങുന്ന പോലെ. അതുകൊണ്ട് റുദർഫോർഡ് മോഡലിന് പറയുന്ന മറ്റൊരു പേരാണ് സോളാർ സിസ്റ്റം മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം ഈ ഒരു മോഡലാണ് അല്ലേ. റുദർഫോർഡ്സ് മോഡലിനകത്ത് ന്യൂക്ലിയസ് സെൻറ്ററിൽ ഇലക്ട്രോൺസ് അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. റുദർഫോർഡ്സ് മോഡലിനകത്ത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പുള്ളി പറഞ്ഞു, ഇലക്ട്രോൺസ് ആൻഡ് ദ ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമല്ല, ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോൺസിനെ പിടിച്ചു വെക്കുന്നത് ആരാണ്? ഈ ഇലക്ട്രോൺസിനെ മുഴുവൻ പിടിച്ചു വെക്കുന്നത് ആ ന്യൂക്ലിയസ് ആണ്. അതെന്ത് ഫോഴ്സ് വെച്ചാൽ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ചാർജ് അല്ലേ. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജാണ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ കാരണമാണ് ഇവരിങ്ങനെ അടുത്തിരിക്കുന്നത് എന്നും റുദർഫോർഡ് പറഞ്ഞു. ദിസ് ഈസ് റുദർഫോർഡ്സ് മോഡൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റുദർഫോർഡ്സ് മോഡൽ പഠിക്കേണ്ടത്. അപ്പാരറ്റസ് പഠിക്കണം, മറക്കരുത്. വർക്കിംഗ് പഠിക്കണം. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒബ്സർവേഷൻസ് പറയണം. അത് കഴിഞ്ഞാൽ കൺക്ലൂഷൻ പറയണം. കൺക്ലൂഷൻ ആൻഡ് ലാസ്റ്റ് മോഡൽ എന്താണെന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റുദർഫോർഡ്സ് മോഡൽ പഠിക്കേണ്ടത്. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.